തന്നെ അയച്ച ലക്ഷ്യം ധീരതയോടെ ധൈര്യത്തോടെ യേശു ഏറ്റുപറയുക. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ പറയാൻ പറ്റില്ല. നമ്മൾ തല താഴ്ത്തേണ്ടി വരും, നട്ടെല്ല് വിളക്കേണ്ടി വരും. തെറ്റുകളുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പതുക്കെ പതുങ്ങാൻ തുടങ്ങുന്ന വ്യക്തികളായിട്ട് മാറും. യേശു പതുങ്ങുന്നില്ല. നിന്നെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി ഫരിസേയർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ധൈര്യത്തോടു കൂടിയാണ് പറയുന്ന വാക്ക്, ഉച്ചരിക്കുന്ന വാക്കുണ്ട്. കുറുക്കൻ എന്ന് തന്നെയാണ് ഹെരോദസിനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാ അങ്ങനെ വിളിക്കാൻ കാരണം? എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ എന്തിനാ ധൈര്യം പേടിക്കുന്നത്? ഞാൻ ആരെയാ പേടിച്ചുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം ചിന്തിക്കുക, ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തതിന് കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളല്ലേ എന്നൊന്ന് മനസ്സിലാക്കുക. ചില തെറ്റുകളുള്ളത് കൊണ്ട്, ചില കാര്യങ്ങൾ അവരറിഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും വെളിപ്പെട്ടു വരും. അതുകൊണ്ട് നമ്മൾ നട്ടെല്ലുകൾ വളയ്ക്കുന്നു, പതുങ്ങുന്നവരായിട്ട് മാറും. ദൈവം പതുങ്ങിയില്ല, ധൈര്യത്തോടെ നിന്ന് പ്രാർത്ഥിക്കാം.